إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله فأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങളെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്നും തഖ്വയിൽ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും എന്നോട് നിങ്ങളോടും ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ കൽപ്പനകളെ സഗൗരവം കണക്കിലെടുക്കുകയും അവകളെ ജീവിതത്തിൽ പ്രായോഗികവൽക്കരിക്കുകയും അവസാന നിമിഷം വരെയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടുകൂടി ജീവിക്കാനും അതേ നിലയിൽ തന്നെ ഒരു മുവഹിദായി മരണപ്പെടാനും കലിമത്തു ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് സന്തോഷത്തോടുകൂടി യാത്ര ചെയ്യാനും ഭാഗ്യം സിദ്ധിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ സൂറത്തായ സൂറത്തുൽ മുഅ്മിനൂനിന്റെ 10 വരെയുള്ള ആയത്തുകൾ നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ സിഫാത്തുൽ മുഅ്മിനീനാണ് അള്ളാഹു അതിലൂടെ ചർച്ച ചെയ്യുന്നത്. അഥവാ മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങളാണ്, പ്രത്യേകതകളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു പ്രത്യേകത വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിളൂൻ എന്നാണ്. ലഗ്വുകളിൽ നിന്നും മുഅ്രിളീങ്ങളായവരായിരിക്കും മുഅ്മിനീങ്ങൾ. എന്താണ് ലഗ്വുകൾ? അനാവശ്യമായ കാര്യങ്ങളെന്നാണ് അതിന്റെ അർത്ഥം. മുഅ്രിള് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും പിന്തിരിഞ്ഞു സഞ്ചരിക്കുന്ന ആളുകൾ, അതിനോട് താല്പര്യമില്ലാതെ അതിനോട് വിമുഖത കാണിക്കുന്ന ആളുകളെന്നാണ്. സൂറത്തുൽ ഫുർഖാനിന്റെ 25-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഫുർഖാൻ. അതിന്റെ 72-ാമത്തെ ആയത്ത് പരിശോധിച്ച് നോക്കിയാൽ സമാനമായ ഒരു പരാമർശം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ വഇദാ മറൂ ബില്ലഗ്വി മറൂ കിറാമ. ഇവിടെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു വിശേഷണമാണ് സൂറത്തുൽ ഫുർഖാനിലൂടെ നടത്തിയിട്ടുള്ളത്. ഇബാദുർ റഹ്മാൻ എന്നാണ് അല്ലാഹു അവിടെ മുഅ്മിനീങ്ങൾക്ക് പേരിട്ട് കൊടുത്തത്. അതിനെ മുഫസ്സിറുകളായ ഉലമാക്കൾ വ്യാഖ്യാനിക്കുന്നത് അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭ്യമാകുന്ന മഹാഭാഗ്യവന്മാരായ ആളുകൾ എന്നുള്ള നിലയ്ക്കാണ്. അപ്പൊ അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു പോയപ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഒരായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചപ്പോൾ 2 പ്രധാനപ്പെട്ട ഗുണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, വല്ലദീന അവർ ലാ യശ്ഹദൂന അസ്സൂർ, വ്യാജമായ കാര്യങ്ങൾക്ക് സാക്ഷ്യം നിൽക്കാത്തവരാണ്. സത്യത്തോട് മാത്രം ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്, അതിന് ഷഹാദത്ത് നൽകുന്നവരാണ്. വഇദാ മറൂ, അവർ നടന്നു നീങ്ങിയാൽ ബില്ലഗ്വി, ലഗ്വുകളിലൂടെ നടന്നു നീങ്ങിയാൽ
മറു അവർ നടന്നു നീങ്ങുന്നവരായിരിക്കും ഖിറാമ അങ്ങേറ്റം മാന്യതയോടുകൂടി. അപ്പൊ ഇവിടെയൊക്കെയും ലഗ്വ് എന്നുള്ള ഒരു വാക്കിനെ അല്ലാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തിയപ്പോൾ അത് മുഅ്മിനിന്റെ ഗുണമായിട്ടും അതുപോലെ തന്നെ ഇബാദുർ റഹ്മാനിന്റെ ഗുണമായിട്ടും, അതായത് ലഗ്വുകളിൽ നിന്നും ഒഴിവായി നിൽക്കുന്ന ആളുകൾ എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ സാമൂഹികമായ ഒരു സാഹചര്യത്തിൽ ഒരു മുഅ്മിൻ ജീവിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ആളുകളുടെ ശൈലി ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞപ്പോ പൂർണ്ണമായും അനാവശ്യ കാര്യങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു സഞ്ചരിക്കുന്ന ആളുകൾ എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. നമുക്കെയും സ്വന്തത്തെ ഒരു മുഅ്മിൻ എന്ന് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഒരു മുഅ്മിനായി തീരാനായി അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരാണ്. അതിനുവേണ്ടി പ്രഭാതത്തിൽ തന്നെ ഉണർന്ന് എഴുന്നേൽക്കുന്നവരാണ്. പള്ളികളിലേക്ക് സഞ്ചരിക്കുന്നവരാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സുഖകരമായതിനെ പലതും ആത്മീയമായ ആനന്ദത്തിന് വേണ്ടി ഒഴിവാക്കുന്ന ആളുകളാണ്. ഇവിടെയൊക്കെ നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു സംഗതി, ഒരു മുഅ്മിനായി തീരാനുള്ള ഒരു പരിശ്രമ വഴിയിലൂടെയാണ് ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുഖകരമായത് എന്ന് പറഞ്ഞാൽ അത് അലസതയുടെ വഴികളാണ്. അവിടെ പ്രത്യേകിച്ച് ശ്രദ്ധകൾ വേണ്ട, സമയത്തിന് പ്രാധാന്യമില്ല. അവിടെ തോന്നുന്നത് പോലെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൽ നിന്നും അപ്പുറമായി ഒരു അച്ചടക്കമുള്ള ഒരു ജീവിതം. അപ്പൊ അങ്ങനെ ഒരു മുഅ്മിനാകാനായി നീ പരിശ്രമിക്കുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, നിർണിതമായ ഇബാദത്തുകളുടെ എണ്ണം കൂട്ടിയത് കൊണ്ടൊന്നും കാര്യമില്ല. ആ ഇബാദത്തുകൾ മുഖേന ഏത് നിലയ്ക്കുള്ള നന്മകളാണോ ഓരോരോ വ്യക്തിയിലും അല്ലാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിച്ചിട്ടുള്ളത്, ആ നന്മകളുടെ പൂർത്തീകരണം ഇബാദത്തിലൂടെ ഓരോരോ വ്യക്തിയിലും സംഭവിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഒരു സൂചന കൂടി 23-ാമത്തെ സൂറത്തുൽ മുഅ്മിനൂനിന്റെ ആദ്യത്തെ ആയത്തിലും രണ്ടാമത്തെ ആയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചിട്ടാണ് മുഅ്മിനിന്റെ ഇത്തരം ഒരു പ്രായോഗികമായ പ്രകടമായിട്ടുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് വ്യക്തമാക്കി. ഇത് ആദ്യം അല്ലാഹു പറഞ്ഞത് ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളൊക്കെയും വിജയിച്ചിരിക്കുന്നു. എല്ലാ രംഗത്തും അവർ വിജയികളായിരിക്കും, പരാജയപ്പെടുന്ന ആളുകളല്ല. അതിനുള്ള കാരണം എന്താണെന്ന് അറിയുമോ? അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരങ്ങളിൽ അവർ ഖുശൂ ഉള്ളവരാണ്. ഖുശൂ എന്ന് പറഞ്ഞാൽ ഭക്തിയോടുകൂടി നമസ്കാരത്തിൽ നിലകൊള്ളുന്ന ആളുകൾ എന്നാണ് അതിന്റെ അർത്ഥം. നമസ്കാരത്തിന്റെ എല്ലാ ആസ്വാദ്യകരമായ തലങ്ങളിലൂടെയും ആത്മീയ വഴികളിലൂടെയും സഞ്ചരിക്കുന്ന ആളുകളാണ്. അപ്പൊ നമുക്കറിയാം, നമസ്കാരത്തെ കുറിച്ച് നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ 2 തലത്തിലുള്ള നിർവഹണമാണ് ഒരു നമസ്കാരത്തിൽ നാം പൂർത്തീകരിക്കപ്പെടേണ്ടത്. ഒന്ന് ശാരീരികമാണ്, മറ്റൊന്ന് മാനസികമാണ്. എന്നാൽ ശാരീരികമായ പൂർത്തീകരണങ്ങൾ ഖിയാമിലൂടെയും അഥവാ നൃത്തത്തിലൂടെയും റുകൂഇലൂടെയും സുജൂദിലൂടെയും ഇടയിലുള്ള ഇരുത്തത്തിലൂടെയും ഒക്കെ നമ്മൾ നിർവഹിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രായോഗികതകളൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിനക്ക് കഴിയുമെങ്കിൽ നിർവഹിച്ചാൽ മതി. ഇപ്പൊ ഷർത്തുകളെ കുറിച്ച് നമുക്കറിയാം. ഷർത്തുകളില്ലാതെ ഒരു നമസ്കാരം ശരിയാകില്ല. 5ഓളം ഷർത്തുകളെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നമസ്കരിക്കുമ്പോൾ വസ്ത്രം നെയ്സിൽ നിന്നും ശുദ്ധമായിരിക്കുക, വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും ശുദ്ധമായിരിക്കുക. നമ്മൾ മദ്രസയിൽ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ഖിബ്ല അഭിമുഖീകരിക്കുക. ഇനി യാത്രക്കാരനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഷർത്തുകൾ പലതും ഒഴിവായി പോവുകയാണ്. ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധമായിരിക്കുക. ഈ ശുദ്ധീകരണത്തിന് വെള്ളം ലഭ്യമല്ലെങ്കിൽ ആ ശുദ്ധീകരണം തയമ്മം മുഖേന നിർവഹിച്ചാൽ മതി. വെള്ളം തേടി അന്വേഷിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ യാത്രയ്ക്ക് ഭംഗം വരുത്തേണ്ട ആവശ്യമില്ല എന്നർത്ഥം. അപ്പൊ അവിടെയും പരിഹാരം ഉണ്ടായി. ആ ഒരു നിർബന്ധിത സാഹചര്യത്തെ മാറ്റിവെക്കുകയാണ്. അതിന്റെ ആവശ്യമില്ല. നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇരുന്നാൽ മതി. ഇരിക്കാനും ബുദ്ധിമുട്ടാണോ? കിടന്നാൽ മതി.
കണ്ടോ, ശാരീരികമായ കാര്യങ്ങൾക്കൊക്കെ ഇളവുകളാണ്. ഷർത്തുകൾക്ക് ഇളവുകൾ, ഫർളുകൾക്ക് ഇളവുകൾ, സുന്നത്തുകൾക്ക് പൂർണ്ണമായും ഇളവുകൾ. പക്ഷേ മാനസികമായ വിഷയത്തിൽ യാതൊരു ഇളവുകളുമില്ല. കാരണം ഒരാൾ ഷർത്തും ഫർളും സുന്നത്തും എല്ലാം പൂർണ്ണമാക്കി നമസ്കാരത്തിൽ, പക്ഷെ മനസ്സ് വേറെ എവിടെയോ ആയിരുന്നു. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് അപകടകരമായ ഒരു നിർവഹണ രീതിയാണ്. നമസ്കാരം പോയിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയും, അള്ളാഹുവേ, നിന്റെ ഇന്ന അടിമ എന്നെ ഇല്ലാതാക്കിയതുപോലെ നിന്റെ ശാപം അവന്റെ മേൽ ഉണ്ടാകണമേ എന്ന് പറയും. എന്തുകൊണ്ടാണ്? ശാരീരികമായ നിർവഹണ രംഗത്ത് സംഭവിച്ച പോരായ്മയല്ല, മറിച്ച് മാനസികമായ നിർവഹണ രംഗത്ത് ആ വ്യക്തിക്കുണ്ടായ പോരായ്മയുടെ അടിസ്ഥാനത്തിലാണ് ഈ നമസ്കാരം ഇങ്ങനെ പോയിട്ട് പരാതി പറയുന്നത്. അപ്പൊ ചുരുക്കത്തിൽ നമസ്കാരം എന്ന് പറയുമ്പോൾ അത് അടിസ്ഥാനപരമായി മാനസികമാണ്. രണ്ടാമത്തെ സ്ഥാനം മാത്രമേ ശാരീരികമായി നൽകുന്നുള്ളൂ. പക്ഷെ നമ്മൾ പലപ്പോഴും പരിശീലിപ്പിക്കപ്പെടുന്നതും പഠിപ്പിക്കപ്പെടുന്നതും അത് ശാരീരികമായി നിർവഹിക്കപ്പെടുന്ന ഒരു കർമ്മം എന്നുള്ള നിലയ്ക്ക് അതിനാണ് പ്രാധാന്യം. മാനസികമായ ചർച്ചകളോ പരിശീലനങ്ങളോ എവിടെയും നമുക്ക് കാണാനും സാധ്യമല്ല. സാധാരണമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ നമസ്കരിക്കുന്ന ആളുകളിൽ നന്മകൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രയാസമാണ്. ഈരാറ്റുപേട്ടയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള നാടുകളിൽ നിന്നും വരുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, പള്ളിയിൽ ആളെണ്ണം കൂടുതലാണ്. സുബഹയ്ക്ക് ഈരാറ്റുപേട്ടയിലുള്ള പള്ളികളിലേക്ക് വരുന്ന അന്യ നാട്ടുകാർ അത്ഭുതപ്പെടുകയാണ്. സുബഹയ്ക്ക് എന്തുമാത്രം ആളുകളാണ്, മാഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാടിനെ മുക്തകണ്ഠം പ്രശംസിക്കാറുണ്ട്. പക്ഷേ കേരളത്തിൽ കുപ്രസിദ്ധിയിൽ ഈരാറ്റുപേട്ടയുടെ സ്ഥാനം എത്രയാണ്? അതാണ് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല നടപ്പിൽ വരുത്തണം എന്ന് നിർബന്ധപൂർവം പറഞ്ഞ ഒരു കാര്യത്തിന്റെ അപ്രായോഗികമായിട്ടുള്ള ഒരു തലമാണോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങൾ അത് പ്രയോജനപ്പെടുന്നില്ല, നഊദു ബില്ലാഹ്, പടച്ചവൻ കാക്കട്ടെ, അങ്ങനെ നമ്മൾ വിലയിരുത്തേണ്ടി വരുമോ? നമസ്കാരക്കാർ കൂടുതലാണ്, പക്ഷെ കുപ്രസിദ്ധിയിൽ ഒന്നാം സ്ഥാനവുമാണ്. സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പലപ്പോഴും സർക്കാർ ഓഫീസുകൾ പണിയെടുക്കുന്ന ആളുകൾക്ക് ചില വേളകൾ ചില ശിക്ഷകൾ നിശ്ചയിക്കാറുണ്ട്. മോശമായ സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? അവരെ സ്ഥലം മാറ്റും. അപ്പൊ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ് എന്നാണ് ഒരു വ്യക്തി സൂചിപ്പിച്ചത്. ഒന്ന് വയനാടാണ്. വയനാട് പോയി കഴിഞ്ഞാൽ സൗകര്യമില്ലാത്തതാണ്, ഇടങ്ങേറാവും. ഈരാറ്റുപേട്ടയിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഈ 2 സ്ഥലത്തേക്കാണ് പൊതുവിൽ സ്ഥലം മാറ്റുന്നത് എന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈരാറ്റുപേട്ടക്കാർ അത്ര മോശമായിട്ടൊന്നുമില്ല, പക്ഷെ എന്തൊക്കെയോ ചില ദുർഗുണങ്ങൾ അത് കൂടുതലായി മറ്റുള്ളവർക്കിടയിൽ അവതരിപ്പിക്കപ്പെടേണ്ട ഒരു സാഹചര്യം വരികയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ, നമസ്കരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണെങ്കിലും നമസ്കാരം പ്രയോജനപ്പെടുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം എന്താണ്? പണ്ട് മുതലേ നമ്മൾ പറഞ്ഞു ശീലിച്ചിട്ടുള്ള, പഠിച്ചിട്ടുള്ള രീതി തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിച്ച് സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന, ശാരീരികമായി നിർവഹിക്കുന്ന ചില കർമ്മങ്ങൾക്ക് പറയുന്ന പേരാണ് നമസ്കാരം. മനസ്സുണ്ടോ? ഇല്ല. മനസ്സ് ചർച്ച ചെയ്യപ്പെട്ടിട്ടേ ഇല്ല. അതുകൊണ്ട് ഒരു വ്യക്തിയിൽ മാനസികമായി സംഭവിക്കേണ്ട മാറ്റങ്ങളൊന്നും ഒരു വ്യക്തിയെ, ഒരു ഈരാറ്റുപേട്ടക്കാരനായ അല്ലെങ്കിൽ പൊതുവിലുള്ള മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നല്ല ഗുണങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത്. ലോകത്ത് ഏറ്റവും സമാധാനപരവും അതുപോലെ സാംസ്കാരികമായും നല്ല ഉന്നമനത്തിലുള്ള ആളുകളുടെ എണ്ണം പരിശോധിച്ചു നോക്കുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾ ആ രംഗത്തെ റാങ്കിങ്ങൾ താഴെയാണ്, ഒരിക്കലും മുന്നിലല്ല. എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ സാംസ്കാരികമായി അവർ പിന്നോക്കാവസ്ഥയിലാണ്. അവരുടെ പെരുമാറ്റം, അവരുടെ രീതികൾ, അവരുടെ സമീപനങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല മുഅ്മിനീങ്ങളുടെ സിഫാത്തുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രധാനമായും പറഞ്ഞ ഒരു സിഫത്ത് വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ലഗ്വുകളിൽ നിന്നും മാറി നിൽക്കുന്നവരാണ്, അനാവശ്യ കാര്യങ്ങളിൽ നിന്നും മാറി സഞ്ചരിക്കുന്നവരാണ്. പക്ഷെ മുസ്ലിമീങ്ങൾ 1-ാം നമ്പറാണ്. അതിലേറ്റവും കൂടുതൽ അനാവശ്യ കാര്യങ്ങളിലൊക്കെ തലവയ്ക്കുന്നവർ മുസ്ലിമീങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ അള്ളാഹു പറഞ്ഞതിൽ എന്തെങ്കിലും പോരായ്മ സംഭവിച്ചിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, അള്ളാഹുവിന് തെറ്റ് സംഭവിച്ചിട്ടില്ല, പടച്ചവൻ കാക്കട്ടെ. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾക്കും തെറ്റ് സംഭവിച്ചിട്ടില്ല. ഇവിടെ പഠിച്ചു വെച്ചതിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഖുർആൻ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ വിജയികൾ തന്നെയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, യാതൊരു സംശയം മുഅ്മിനീങ്ങളായിരിക്കണം. മുഅ്മിനീങ്ങളുടെ പ്രത്യേകത അവരുടെ നമസ്കാരത്തിൽ ഖുശൂഉ ഉള്ളവരാണ്.
കേവലം ശാരീരികമായ ഒരു പ്രവർത്തനമുണ്ട്. ഖുശൂ എന്നൊരു വാക്ക് ശരീരവുമായി ബന്ധപ്പെടുന്ന ഒരു വാക്കല്ല, അത് മനസ്സുമായി ബന്ധപ്പെടുന്ന ഒരു വാക്കാണ്. നല്ല ഖുശൂ ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ നല്ല ഭക്തിയോടുകൂടി ആ ആത്മീയതയുടെ ആനന്ദരസം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ നമസ്കാരത്തിൽ ഉണ്ടാകണം എന്നാണ് നമ്മളെല്ലാവരും പരാതിപ്പെട്ടു തുടങ്ങിയിട്ട് കുറെ കാലമായി. ഏത് വിഷയത്തിലാണ്? നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല. എല്ലാവരും പരാതിയാണ്, നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല, നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വീടിന്റെ അടുക്കൽ നിന്നും ദുർഗന്ധം വന്നുകൊണ്ടേയിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളിങ്ങനെ പരാതിപ്പെട്ട് അങ്ങനെ ജീവിക്കുമോ? വലിയ ദുർഗന്ധമാണ് അവിടെ നിന്നും വരുന്നത്. എന്റെ വീടിന്റെ ഒരു ഭാഗത്തുനിന്ന് വലിയ ദുർഗന്ധം വരുന്നുണ്ട്. എല്ലാവരോടും നമ്മളിങ്ങനെ പരാതിപ്പെട്ടുകൊണ്ട് നടക്കുമോ? ഒരിക്കലും ഇല്ല. കാരണം നമുക്ക് നാണക്കേടാണ്. നമ്മുടെ വീടിന്റെ പരിസരത്ത് നിന്നും ദുർഗന്ധം വരുന്നുവെങ്കിൽ അത് നമ്മളും കൂടി കാരണക്കാരാണ്. അത് ജനങ്ങൾ അറിയണ്ടെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരൊക്കെ പരാതിപ്പെട്ടാലും നമ്മളത് മിണ്ടാതിരിക്കും. കാരണം നാടൻ കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളെന്താ ചെയ്യുക? പരാതിപ്പെടുന്നതിന് പകരം ആ ദുർഗന്ധത്തിന് കാരണമാകുന്ന എന്തൊക്കെ മാലിന്യങ്ങളാണോ അവിടെ ഉള്ളത് അതിനെയൊക്കെ നമ്മൾ നീക്കം ചെയ്തിട്ട് ആ ദുർഗന്ധത്തിന് പരിഹാരം ഉണ്ടാക്കും. പക്ഷേ നമസ്കാരത്തിൽ ശ്രദ്ധയില്ല എന്നുള്ള വിഷയം എന്റെ ഉള്ളിലുള്ള മാലിന്യങ്ങളിൽ നിന്ന് രൂപപ്പെടുന്ന ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ ഇതുവരെ മുസ്ലിം സമുദായം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവര്, എന്റെ നമസ്കാരത്തിൽ എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്റെ ഉള്ളിലുള്ള മാലിന്യ ചിന്തകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലഘുവിൽ നിന്നും മാറി നിൽക്കുന്നവരാണ് മുഅ്മിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ലഘുവിൽ നിന്നും മാറി നിൽക്കുന്നില്ല. കാരണം എന്റെ പ്രശ്നം നാട്ടുകാരുടെ ഒക്കെ പ്രശ്നമാണ്. അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, എന്റെ അയൽവാസി ഇങ്ങനെയാണ്, എന്റെ ബന്ധുക്കൾ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കുറ്റങ്ങളും കുറവുകളും അങ്ങനെ പറഞ്ഞെന്താണ് അതിങ്ങനെ കൂടുതലായിട്ട് അതിന് അളവും തൂക്കവും ഒക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്റെ ഉള്ളിൽ മാലിന്യങ്ങളാണ്. ഈ മാലിന്യവുമായി മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങളും പരാതികളും പരിഭവങ്ങളുമായി നമസ്കരിക്കാനായിട്ട് വന്നു നിൽക്കുന്ന എന്റെ മനസ്സിന്റെ നിയന്ത്രണം ഒരിക്കലും എന്റെ കയ്യിലല്ല. അത് സമ്പൂർണ്ണമായും ഇബ്ലീസിന്റെ കരങ്ങളിലാണ്. അതുകൊണ്ട് ഇബ്ലീസ് എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നാസിൽ പറഞ്ഞതുപോലെ അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ്, ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഇബ്ലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. ആ പരിപാടിയിൽ ഞാനും കൂടി വ്യാപൃതനാകുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പൂർണമായും ഞാൻ ഇബ്ലീസിന് വഴിപ്പെട്ട ഒരു വ്യക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് അള്ളാഹു പറയുന്നത്, എന്നാൽ മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല. കാരണം അവസാനം വരെ എനിക്ക് ആയുസ് ഒന്ന് നീട്ടിത്തരണമെന്ന് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അംഗീകരിച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ ഇബ്ലീസ് പറഞ്ഞെന്താണ്? നിന്റെ അടുക്കിലേക്ക് ഒരു മനുഷ്യനെയും വിടില്ല, ഞാൻ സമ്പൂർണമായും എന്റെ വഴികളിലേക്ക് അവരെയൊക്കെ നയിച്ചുകൊണ്ടിരിക്കും. കാരണം മനുഷ്യനോട് എനിക്ക് വല്ലാത്ത ശത്രുതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ക്രോസ് ചെയ്തുകൊണ്ട് സംസാരിച്ചു. നീ പറഞ്ഞത് ഒരർത്ഥത്തിൽ ശരിയാണ്, മറ്റൊരർത്ഥത്തിൽ തെറ്റുമാണ്. കാരണം എന്റെ പ്രിയപ്പെട്ട അബുദുകളെ ഒന്നും ചെയ്യാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. ഇബ്ലീസ് അത് അംഗീകരിച്ചു കൊടുക്കുന്നതായിട്ട് പല സൂറത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സമ്പൂർണമായും ഇബ്ലീസിനെ പഴിചാരിക്കൊണ്ട് ഈ ഒരു ഉത്തരവാദിത്വ രംഗത്തൊന്നും ഒഴിവാക്കാൻ നമ്മെ കൊണ്ട് സാധ്യമല്ല. കാരണം ഇബ്ലീസിനെ എതിർത്ത് തോൽപ്പിക്കാൻ, ഇബ്ലീസിന്റെ എല്ലാ കുതന്ത്രങ്ങളെയും അതിജീവിക്കാനുള്ള മാനസികമായ വലിയ ശേഷി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. കൽബിയായ ശേഷി എന്നാണ് ഖുർആൻ അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പൊ കൽബിയായ നമ്മുടെ എല്ലാ ഗുണങ്ങളെയും ശരിയായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ ഇബ്ലീസിന്റെ മുഴുവൻ ശക്തിയും അവിടെ നിഷ്പ്രഭമായി മാറുമെന്നാണ് നമുക്ക് ഇസ്ലാമിക സൈക്കോളജി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ കാര്യങ്ങൾ ഇടപെടാൻ പാടില്ല. എന്റെ സ്വഭാവം എന്താണ്? നാട്ടിൽ ആരെങ്കിലും എനിക്ക് ഒരു പ്രയോജനമില്ലാത്ത ഒരു കാര്യമാണ്, അതും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും എന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ പറയുമോ നമുക്കിത് പറയണ്ട, നമുക്കിത് ഒഴിവാക്കി വിട്ടേക്കാം എന്ന് പറയുന്ന ഒരു നന്മ എന്റെ ഉള്ളിലുണ്ടോ? ഉണ്ടെങ്കിൽ നല്ല മുഅ്മിനിന്റെ ഗുണം എന്റെ ഉള്ളിലുണ്ട് എന്ന് എന്റെ അർത്ഥം. ഞാൻ തഹജ്ജുദ് നമസ്കരിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. തഹജ്ജുദിന് ശേഷം എന്ത് ചെയ്യുന്നു? കണ്ണീർ വാർത്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഞാൻ സുബഹിക്ക് നേരത്തെ തന്നെ പള്ളിയിൽ പോകുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. സുന്നത്തുകളൊക്കെ വളരെ കൃത്യമായ രൂപത്തിൽ നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. പക്ഷേ സുബഹി നമസ്കാരം കഴിഞ്ഞ് സാധാരണ നമ്മുടെയൊക്കെ പള്ളികളുടെ ഓരത്തുണ്ടാവുമല്ലോ ഒരു സഭകൾ ഉണ്ടാവും. അല്ലെങ്കിൽ ആളുകൾ എന്ത് ചെയ്യും? നമസ്കാരം കഴിഞ്ഞിട്ട് നേരെ അടുത്തുള്ള ഹോട്ടലിലേക്ക് ചെല്ലും. അവിടെ ചെന്നിട്ട് ചായ കൂടിയും പരിപാടികളൊക്കെ അവിടെ കഴിഞ്ഞു കൂടുന്ന സമയത്ത് ഈ ലഘുബുകൾ ആളുകൾ അവിടെ ചർച്ച ചെയ്യും. ലഘുബുകൾ എന്ന് വെച്ചാൽ എനിക്ക് ആവശ്യമില്ലാത്ത
എൻ്റെ മക്കൾക്ക് ആവശ്യമില്ലാത്ത, എൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമില്ലാത്ത നാട്ടിൽ നടക്കുന്ന ചില ലഘുവുകളാണ്. അവന്റെ കുറ്റം, ഇവന്റെ കുറ്റം, അനാവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, രാഷ്ട്രീയമടക്കമുള്ള കാര്യങ്ങൾ. കാരണം ഞാനിവിടെ ഹോട്ടലിൽ നിന്ന് ചർച്ച ചെയ്തിട്ട് രാഷ്ട്രീയത്തിൽ, കേന്ദ്ര രാഷ്ട്രീയ സങ്കല്പങ്ങൾക്ക് മാറ്റമൊന്നും വരാൻ പോകുന്നില്ലല്ലോ, അല്ലെങ്കിൽ ലോകത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. കുറെ അനാവശ്യമായ കാര്യങ്ങൾ. മനഃശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞ കുറച്ച് നെഗറ്റീവ് എനർജി, കാരണം വളരെ പോസിറ്റീവ് എനർജി തിങ്ങി നിറഞ്ഞ എന്റെ മാനസികാവസ്ഥയിൽ നിന്നും ആ പോസിറ്റീവ് എനർജി ഒന്നൊന്നായി എന്ത് ചെയ്തു, ഇല്ലാതാക്കി അവസാനം കുറെ നെഗറ്റീവ് എനർജി എന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പര്യാപ്തമായ രൂപത്തിലുള്ള അനാവശ്യമായ ചർച്ചകൾ. ഈ ചർച്ചകൾ ഞാൻ പങ്കെടുക്കാറുണ്ടോ ഇല്ലയോ നമ്മൾ തീരുമാനം എടുക്കുക. ഇത് ഖുർആനോട് നമ്മൾ എന്ത് ചെയ്യണം, സംവദിക്കണം. ഇത്തരം അനാവശ്യമായ ലഘുവുകളുമായി ഞാൻ ജീവിതത്തിൽ ബന്ധപ്പെടാറുണ്ടോ ഇല്ലയോ? ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് എന്റെ ഉത്തരമെങ്കിൽ 2 മാർഗമാണുള്ളത്. ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇനി മുതൽ അതിൽ നിന്നും ഒഴിവായിട്ട് നീ ഒരു മുഅ്മിനാകാൻ തയ്യാറാകണം. ഇതെന്നോട് ഖുർആൻ പറയുന്ന കാര്യമാണ്. ഞാൻ തയ്യാറാണോ അല്ലോ? ഖുതുബ നടത്തിയിട്ടൊന്നും കാര്യമില്ല, അല്ലെ അതുപോലെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അള്ളാഹു എന്നോട് ചോദിക്കുന്നത് ലഘുവിന്റെ വിഷയത്തെക്കുറിച്ച് നീ ഒരു മറുപടിത്താം. നീ ലഘുവ് പൂർണ്ണമായി നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ തയ്യാറാണോ? തയ്യാറാണെങ്കിൽ 2 ഉന്നതമായ പേരുകൾ ഇട്ടുകൊണ്ട് നിന്നെ ഞാൻ പരിചയപ്പെടുത്താൻ തയ്യാറാണ് എന്ന് അള്ളാഹു പറയുകയാണ്. ഒന്നെന്താണ്, നീ ഒരു മുഅ്മിനാണ്. 2, നീ ഒരു ഇബാദുർ റഹ്മാനാണ്. നാളെ അള്ളാഹുവിന്റെ അടുക്കൽ വെച്ച് വലിയ കാരുണ്യം നേടിയെടുക്കാൻ കഴിയുന്ന ഉന്നതമായ ഒരു സ്ഥാനത്തേക്ക് നീ ഉയരാൻ പോവാണ്. അപ്പൊ ഞാൻ എന്ത് പറയും അതിനോട്? എന്റെ ജീവിതത്തെ മുൻനിർത്തിയിട്ട് അള്ളാഹു ചോദിക്കുന്നത്. നിന്റെ സുഹൃത്തുക്കൾ വരും, നിന്റെ ബന്ധുക്കൾ വരും, നീയുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളും വരും. വന്നിട്ട് ചില കാര്യങ്ങൾ നിന്നോട് പറയും. ആ പറയുന്ന കാര്യങ്ങൾ ലഘുവുകൾ ഏതാണ് അല്ലെങ്കിൽ നന്മകൾ ഏതാണ് എന്ന് തിരിച്ചറിയാനുള്ള ശേഷി നിന്നിലുണ്ടായേ പറ്റൂ. കാരണം ഇത് ഈമാനിന്റെ പ്രശ്നമാണ്. നീ ഒരു മുഅ്മിൻ അല്ലാതാകുന്ന വിഷയമാണ്. നിസാരമാണോ? നിസാരമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഖുർആനോട് പ്രതികരിക്കേണ്ട കാര്യമില്ല. അല്ല, സഗൗരവമുള്ള ഒരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിച്ചേ പറ്റൂ. എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വിഷയമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം, ഇൻഷാ അല്ലാഹ് ഇനി മുതൽ എന്റെ സുഹൃത്തുക്കളോട് എന്നോട് സംസാരിക്കുമ്പോഴും, എന്റെ കുടുംബാദികൾ എന്നോട് സംസാരിക്കുമ്പോഴും, ഞാനുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ എന്നോട് സംസാരിക്കുമ്പോഴും അതിൽ ലഘുവുകൾ വരുന്നുണ്ടെങ്കിൽ ഞാൻ അത് ഇനി മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ സൂക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഒരു ഇബാദുർ റഹ്മാൻ, മാന്യനായ ഒരു വ്യക്തിയുടെ സ്വഭാവ ഗുണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ചപ്പോ ഈ മാന്യനായ വ്യക്തിയെ അല്ലാഹു ഇബാദുർ റഹ്മാൻ എന്നാണ് വിളിച്ചത്. ഈ ഇബാദുർ റഹ്മാനിൽപ്പെട്ട ഒരു വ്യക്തി വഇദാ മറു, അവൻ നടന്നു പോവുകയാണ്. നമ്മൾ ഈ നടക്കയിലൂടെ നടന്നു പോവുകയാണ്. അപ്പൊ നടന്നു പോയപ്പോ എന്ത് ചെയ്തു? ബിൽ ലഗ്വി, അവിടെയൊക്കെ ലഘുവുകൾ നടക്കുന്നുണ്ട്, അനാവശ്യമായ ചർച്ച. ആളുകൾ കൂടി നിൽക്കുന്നു, ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ്. അവിടെ ഇത്രയും പെട്ടെന്ന് മാറുന്നതാണ് നല്ലത്. 2 പേര് തമ്മിൽ ഭയങ്കരമായിട്ട് ശണ്ട കൂടിക്കൊണ്ടിരിക്കുന്നു. കാഴ്ചക്കാരായിട്ട് ഇങ്ങനെ ആളുകൾ നിൽക്കുകയാണ്. അത് ലഘുവാണ്. ഒന്നല്ലെങ്കിൽ എനിക്ക് കഴിവും ശക്തിയും ഉണ്ടെങ്കിൽ ഞാൻ അവിടെ കടന്നു ചെന്നിട്ട് 2 പേരെയും പിടിച്ചു മാറ്റണം. ആളുകൾ അതിനുവേണ്ടി പ്രേരിപ്പിക്കണം. എന്നെ കൊണ്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ കാഴ്ചക്കാരായിട്ട് അവർ നിൽക്കാൻ പാടില്ല. അത് ലഘുവാണ്. അവിടെ ഞാൻ മാറിക്കോണം. മറു കിറാമ, വളരെ മാന്യനായിട്ട് അയാൾ എന്ത് ചെയ്യും? അവിടെ ഒന്ന് മാറി സഞ്ചരിക്കുമെന്നാ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സാമൂഹികമായ സാഹചര്യങ്ങളിൽ ലഘുവുകളിലൂടെ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. MD വാസുദേവൻ നായർ അദ്ദേഹത്തിന്റെ ഒരു സാഹിത്യത്തിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് ഹദീസുമായി പലപ്പോഴും ബന്ധമുള്ള ഒരു സാഹിത്യ സങ്കല്പമാണ്. ആ സാഹിത്യകാരൻ പറയുന്നു, 4 മലയിടുക്കുകളുടെ നടുവിലായി ഒരു മനുഷ്യൻ ചെന്ന് താമസിക്കുകയാണ്. എന്തിനാ താമസിക്കുന്നറിയോ? അദ്ദേഹത്തോട് പോയി നമ്മൾ ചോദിച്ചാൽ അദ്ദേഹം പറയും, നാട്ടിൽ താമസിക്കുന്നു എനിക്ക് താല്പര്യമില്ല, ജനങ്ങളോടൊപ്പം താമസിക്കുന്നത് വലിയ ഇടങ്ങേറുകൾക്ക് കാരണമാണ്. കാരണം അവിടെ പ്രശ്നം, ഇവിടെ പ്രശ്നം, 100 കണക്കിന് പ്രശ്നങ്ങൾക്കിടയിൽ ജീവിക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു നല്ല ഒരു മനുഷ്യനായി, ഒരു മാന്യനായിട്ട് ഈ 4 മലകളുടെ മലയടിവാരത്ത് ഞാൻ ഒന്ന് താമസിക്കുകയാണ്. ഒരു ഇടങ്ങേറില്ല. കാരണം ഇവിടെ കുറച്ച് മൃഗങ്ങളും പക്ഷികളും മാത്രമേ ഉള്ളൂ. അപ്പൊ അയാൾ വളരെ മാന്യനായിട്ട് കഴിഞ്ഞുകൂടുകയാണ്. സാഹിത്യത്തിലൂടെ അദ്ദേഹം തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, ശരിക്കും ഇദ്ദേഹം മാന്യനാണോ എന്നുള്ളതാണ്. അല്ല, അദ്ദേഹം ജീവിതത്തിൽ നിന്നും ഭയപ്പെട്ട് ഒളിച്ചോടിയ ഒരു വ്യക്തിയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതുപോലെ തന്നെ ഒരു വ്യക്തിയെ ഹദീസിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം ചെന്നുപെട്ടത്, ജനങ്ങളിൽ നിന്നുള്ള രക്ഷ തേടിക്കൊണ്ട് അദ്ദേഹം ചെന്നുപെട്ടത് ഒരു ദ്വീപിലാണ്. ഒരു ദ്വീപിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്.
ഒരു തിന്മയുടെ ഒരു പുഴുക്കുത്തു പോലും ഏൽക്കാതെ വളരെ സംശുദ്ധമായ ഒരു ജീവിതത്തിലൂടെ അദ്ദേഹം കടന്നു പോവാണ്. പക്ഷെ അവസാനം പരലോകത്തെത്തുന്നതും തുടർന്നുള്ള തീരുമാനത്തിലും അവസാനം അദ്ദേഹം നരകത്തിലേക്ക് വീഴുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഒറ്റ ഹദീസിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുൻ നാസ് വയസ്ബിറു അലാ ആദാഹും അഫ്ളലു മിനൽ മുഅ്മിനീന അല്ലദീ ലാ യുഖാലിത്തുൻ നാസ വലാ യസ്ബിറു അലാ ആദാഹും എന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠനായ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ ജനങ്ങളോടൊപ്പം സഹകരിക്കുന്നവനാണ്. അങ്ങനെ ജനങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടാവും. ജനങ്ങളോടൊപ്പം സഹകരിച്ചു കഴിഞ്ഞാൽ ഒരു നാട്ടിലൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് സഹകരിക്കേണ്ടി വരും. അല്ലാതെ ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും ജീവിക്കുക എന്നുള്ളതല്ല. ജനങ്ങളുമായിട്ട് സഹകരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നവനല്ല യഥാർത്ഥ നല്ല ഒരു മുഅ്മിൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. പിന്നെയോ അവൻ ജനങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടാകും. ആ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് അവൻ അതിനെ സഹനതയോടുകൂടി നേരിടും, സമാധാനപരമായി നേരിടും. അങ്ങനെ അവൻ ഏറ്റവും മാന്യനായ ഒരു മുഅ്മിനായി അങ്ങനെയുള്ള ലൗകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ മാന്യനായി നിലകൊള്ളും. അങ്ങനെയുള്ള ലൗകളിൽ നിന്ന് മാറി സഞ്ചരിക്കും. ആവശ്യമുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടും, ജനങ്ങളുമായിട്ട് സഹകരിക്കും, സഹായിക്കും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ജനങ്ങളോട് സഹകരിക്കാൻ താല്പര്യമില്ലാതെ, ജനങ്ങളോട് സ്വബ്ർ ചെയ്യാൻ താല്പര്യമില്ലാതെ മാറി നിൽക്കുന്ന ഒരു വ്യക്തിയെക്കാളും ഏറ്റവും അഫ്ളല് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് പൊതുജനസമൂഹത്തിലാണ്. അങ്ങനെ നാം ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുകയും അവിടെ നല്ല ഒരു മുഅ്മിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ തിരഞ്ഞെടുക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാര്യങ്ങളെ ശരിയായ വിധം മനസ്സിലാക്കാനുള്ള ശരിയായ ബോധം നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാവഹിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്നും തഖ്വകൾ കൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നും ഒന്നുകൂടി ഉണർത്തുകയാണ്. അഞ്ചാമത്തെ സൂറത്തായ സൂറത്തുൽ മാഇദയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. സൂറത്തുൽ മാഇദയിൽ രണ്ടാമത്തെ ആയത്താണ്. സുദീർഘമായ ഒരു ആയത്താണ്. അതിന്റെ അവസാനത്തെ ചെറിയൊരു ഭാഗമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു പറയുന്നു വതആവനു, നിങ്ങൾ സഹായിക്കുക, സഹകരിക്കുക, അലൽ ബിർരി വത്തഖ്വ, തഖ്വയുടെ വിഷയത്തിലും നന്മകളുടെ വിഷയത്തിലും നിങ്ങൾ എന്ത് ചെയ്യുക? അന്യോന്യം പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ഉദ്വാനിന്റെ വിഷയത്തിലും ഇസ്മിന്റെ വിഷയത്തിലും, അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിഷയത്തിലും ശത്രുതകൾ ഉണ്ടാക്കുന്ന വിഷയത്തിലും പാപങ്ങളുടെ വിഷയത്തിലും ഒരു കാരണവശാലും വലാ തആവനു, നിങ്ങൾ സഹകരിക്കാൻ പാടില്ല, നിങ്ങൾ അതിനോട് ഒരു നിലയ്ക്കും സഹായിക്കാൻ പാടില്ല. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിൽ തഖ്വയുള്ളവരാണെങ്കിൽ ഇന്നല്ലാഹു ശദീദുൽ ഇഖാബ്, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടാകൽ അത്യാവശ്യമാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞു വന്ന വിഷയം ഇതാണ്. നമ്മളൊരു സാമൂഹികമായ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ തനിക്ക് ആവശ്യമില്ലാത്ത അനാവശ്യമായ ഫിത്ന ഫസാദുകളിൽ നിന്നും ഒഴിവായി ജീവിക്കൽ അത്യാവശ്യമാണ്. ഇപ്പൊ മലായിക്കത്തുകളുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ ഭൂമിയിലേക്ക് അയക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞു. ആ സമയത്ത് മലക്കുകൾ തിരിച്ചു പ്രതികരിച്ചത് അത്തജഅലു ഫീഹാ, അത് വേണോ പടച്ചവനെ എന്നാ ചോദിച്ചു. അതിന് കാരണവും മലായിക്കത്തുകൾ പറഞ്ഞു. അവർ അശാസ്ത്രീയമായിട്ടല്ല പറഞ്ഞു, തികച്ചും ശാസ്ത്രീയമായിട്ടാണ് അവർ പ്രതികരിച്ചത്. ഏത് രൂപത്തിലാണ്? മയ്യുഫ്സിദു ഫീഹാ, നീ അയക്കുന്ന മനുഷ്യന്മാർ ഭൂമിയിൽ എന്ത് ചെയ്യും? ഫസാദുകൾ സൃഷ്ടിക്കും. വയസ്ഫിക്കു ദിമ, രക്തം ചിന്തുകയും ചെയ്യും. അങ്ങനെയുള്ളൊരു വിഭാഗത്തെ അയക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു. എന്നിട്ട് ഇവർ പറയുന്നു നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, പടച്ചവനെ നിന്നെ പ്രകീർത്തിക്കാൻ സ്തുതിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ഖാലു ഇന്നി അഅലമു മാ ലാ തഅലമു, ശരി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ എങ്കിലും നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ അറിയുന്നു. അതെന്താണെന്നറിയുമോ? ഈ ലഘുവുകളിൽ നിന്നൊക്കെ മാറി നല്ല നന്മകൾക്ക് വേണ്ടി പരിശ്രമിക്കുന്ന കുറേ നല്ല ആളുകൾ ഭൂമിയിൽ ഉണ്ടാകുമെന്നുള്ള ഒരു തിരിച്ചറിവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലക്കുകളുടെ അഭിപ്രായങ്ങൾക്കും അപ്പുറം. ശരിയാണ്, മലക്കുകൾ പറഞ്ഞിവിടെ സംഭവിക്കുന്നില്ലേ? ഫസാദുകളില്ലേ? രക്തം ചിന്തലുകളില്ലേ? എല്ലാം ഉണ്ട്. പക്ഷെ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സാഹചര്യങ്ങൾക്കൊക്കെ ഇടയിലും മനുഷ്യ വിഭാഗത്തെ ഭൂമിയിലേക്ക് അയക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണ്?
അത് നിങ്ങളെക്കാൾ കൂടുതലായി ഞാൻ അറിയുമെന്ന് പറഞ്ഞത് ആ മനുഷ്യർക്കിടയിലും സമാധാനപരമായി ജീവിക്കുകയും നന്മകൾക്ക് വേണ്ടി പരിശ്രമിക്കുകയും ആ വിഷയത്തിൽ സഹകരിക്കുകയും സഹായിക്കുന്ന കുറെ നല്ല മനുഷ്യന്മാരുണ്ടാവും. ആ കുറെ നല്ല മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചങ്ങളെ സംവിധാനിച്ചതും ഭൂമിയൊക്കെ സംവിധാനിച്ചതുമൊക്കെ. അവസാനം ആ നന്മയുള്ള അവസാനത്തെ മനുഷ്യനും ഈ ലോകത്തു നിന്ന് ഇല്ലാതാകുമ്പോഴാണ് ഖിയാമത്ത് നാൾ ഉണ്ടാകുന്നത്. അപ്പൊ ഒരു നല്ല മനുഷ്യന്റെ പ്രശസ്തയോട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തുമാത്രം വലുതായിരിക്കും. ആകാശ ലോകത്തുള്ള അല്ലെങ്കിൽ എന്താണ് പ്രാപഞ്ചിക ലോകത്തുള്ള എല്ലാ മലായികത്തുകളും അവനെ സ്തുതിക്കുന്നു, അവന് വേണ്ടി മഗ്ഫിറത്തിന് ദുആ ചെയ്യുന്നു. എല്ലാ ഇടങ്ങളിലുമുള്ള ജീവികളും അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം ലഘുവുകളിൽ നിന്നും ഒഴിവായി വളരെ നല്ല ഒരു മാന്യനായി സമൂഹത്തിൽ ജീവിക്കാൻ, നന്മകൾക്ക് വേണ്ടി പരിശ്രമിക്കാനും തിന്മകളുടെ മേഖലകളിലേക്ക് കടന്നു ചെല്ലാതെ അതിനോട് സഹകരിക്കാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണമെന്നുള്ള വലിയൊരു മാനവിക സന്ദേശമാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളിലൂടെ നമുക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നത്. അങ്ങനെയുള്ള നല്ല ഒരു മനുഷ്യനായി മാറാൻ, ഒരു മുഅ്മിനായി മാറാനുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുക. അതിനുള്ള വലിയ തൗഫീഖ് നൽകി അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള വലുതും ചെറുതുമായ മുഴുവൻ പാപങ്ങളെയും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലോകത്ത് കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ അനുഭവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു കരകയറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷിച്ച ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം മുസ്ലിമീങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും സമ്പൂർണ്ണമായ പരിഹാരം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്നും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് യാത്രയായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഷഹീദിന്റെ ഉന്നതമായ പ്രതിഫലം കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വയനാട്ടിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാവിധ പ്രയാസവും അല്ലാഹു കരകയറ്റി അവർക്കൊക്കെ സമാധാനം സമാശ്വാസം കൊടുത്ത അല്ലാഹു വലിയൊരു പകരം കൊടുത്ത അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഖബറുകളെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശാലമാക്കുകയും അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും എല്ലാവിധ ബലാ മുസീബത്തുകളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ള നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോക മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു ഇസ്സത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നഷ്ടപ്പെട്ട ഇസ്സത്തിനെ ഖുർആന്റെയും ഹദീസിന്റെയും തിരിച്ചറിവിന്റെയും വഴിയിലൂടെ തിരിച്ചെടുക്കാനുള്ള തൗഫീഖും താക്കത്തും കൊടുത്ത് മുസ്ലിം ലോകത്തെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.